തുപ്പാക്കി കാണിച്ചുള്ള ഭീഷണിയൊന്നും ഇനി നടക്കില്ല. കിടുകിട എന്ന് വിറപ്പിച്ചിരുന്ന ഇഡിയുടെ ആ പ്രതാപകാലം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബി.ജെ.പിയുടെ വെറും കളിപ്പാവയായി നിന്ന ഇഡിക്ക് ചുറ്റും പുച്ഛത്തിന്റെ പെരുമഴക്കാലമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായത്. ഇതായപ്പോൾ ഇഡിയുടെ സമൻസിന് പുല്ലുവില കൊടുത്ത് കാറ്റിൽ പറത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. ഛത്തീസ്ഗഡിൽ ഒരു കൈ നോക്കാമെന്ന് കരുതി അങ്ങോട്ടേക്കെത്തിയ ഇഡി സമൻസാണ് ഇപ്പോൾ കോൺഗ്രസ് ആയുധമാക്കിയിട്ടുള്ളത്. ഇഡിയുടെ ധാർഷ്ട്യത്തിനും കേന്ദ്രത്തോട് മറുപടി ചോദിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. സുക്മ ജില്ലയിലെ രാജീവ് ഭവൻ നിർമ്മാണത്തിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സംഘത്തിന് സമൻസ് അയച്ചതിന് കേന്ദ്രത്തിലെ ബി.ജെ.പിയോട് ഛത്തീസ്ഗഡ് കോൺഗ്രസ് രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. ഇഡിയുടെ സമൻസ് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് സംസ്ഥാന കോൺഗ്രസ് മീഡിയ മേധാവി സുശീൽ ആനന്ദ് ശുക്ല പറഞ്ഞു. ജില്ലാ ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വരുമാനത്തിന്റെയും ചെലവുകളുടെയും കണക്കുകൾ കോൺഗ്രസ് സൂക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 15 വർഷത്തെ കോൺഗ്രസ് പ്രതിപക്ഷ ഭരണകാലത്ത് പാർട്ടി പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും സഹായത്തോടെയാണ് രാജീവ് ഭവൻ നിർമ്മിച്ചതെന്നും സമൂഹ പിന്തുണയുള്ള നിർമ്മാണങ്ങൾ നടത്തുന്ന പാർട്ടിയുടെ പാരമ്പര്യം പിന്തുടർന്നാണ് രാജീവ് ഭവൻ നിർമ്മിച്ചത് എന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രതീകമായ റായ്പൂരിലെ ചരിത്ര പ്രസിദ്ധമായ കോൺഗ്രസ് ഭവൻ ചേർച്ചേര പുന്നി ഉത്സവവേളയിൽ ശേഖരിച്ച സംഭാവനകൾ കൊണ്ടാണ് നിർമ്മിച്ചത് എന്നും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും ശുക്ല ചൂണ്ടിക്കാട്ടി. സൂക്ഷ്മ പരിശോധന ഉണ്ടായിരുന്നിട്ടും സാമ്പത്തിക സുതാര്യത ഉറപ്പാക്കാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ്. പകരം ബി.ജെ.പി ഫണ്ടിന്റെ ഉറവിടങ്ങൾ അന്വേഷിക്കാൻ ഇഡിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ശുക്ല. 150 കോടി രൂപ ചെലവിൽ ബി.ജെ.പിയുടെ സംസ്ഥാന ആസ്ഥാനമായ കുഷ്ഭാവു താക്കറെ പരിസാറിന്റെ നിർമ്മാണത്തെ അദ്ദേഹം എടുത്തു കാണിക്കുകയും ഈ ഗണ്യമായ തുകയുടെ ഉത്ഭവത്തെ ചോദ്യം ചെയ്യുകയും സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു. കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഇഡി പോലുള്ള കേന്ദ്ര ഏജൻസികളെ ബി.ജെ.പി സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുവെന്നും ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ഇഡിക്കെതിരെ ആഞ്ഞടിക്കാനെത്തിയ ശുക്ലയുടെ വീഡിയോ ദൃശ്യങ്ങളുണ്ട്, അതൊന്ന് കാണാം. देखिए कि ये यहाँ पर लेके आए हैं और एक यहाँ से अब ये रवाना हो रही है। भारत सरकार की ये गाड़ी है और गाड़ी को आप सॉफ्ट तौर पर देख सकते हैं कि देखिए भारत सरकार की गाड़ी है CG04 PD 9977 और इसी पे अभी पूछताछ की गई है। उसके बाद कलर की फाइल लेकर अधिकारी